നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു നോമ്പ് സുന്നത്തുണ്ടോ? എന്താണ് ശരീഅത്തിന്റെ വീക്ഷണം? പഠിക്കാം, മനസ്സിലാക്കാം. റജബുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകളുടെ വിഷയത്തിൽ പഠനം നടത്തിയതിനു ശേഷം മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിൽ റജബ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രാരംഭ ഭാഗത്ത് മഹാനവറുകൾ എഴുതുന്നു, റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ മാത്രം പ്രത്യേകമായ ഒരു നോമ്പോ നമസ്കാരമോ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തെളിവിന് യോഗ്യമായ ഒരു ഹദീസുകളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. ഇതേ നിലപാട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിലും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം മഹാനവറുകൾ ഒരു കാര്യത്തെ കൂടെ ചേർത്ത് പറയുന്നു, അഷ്ഹുറുൽ ഹുറും അഥവാ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണെന്ന് മഹാനായ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റജബ് മാസത്തിന്റെ ഏത് ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്തും പ്രതിഫലാർഹവുമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത ഉണ്ടെന്ന് വിശ്വസിക്കൽ, 27 ആകട്ടെ, 26 ആകട്ടെ, 15 ആകട്ടെ, ഏതെങ്കിലും ഒരു ദിവസത്തിന് മാത്രം പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ടെന്ന് വിശ്വസിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും ദീനിന്റെ ഭാഗമേ അല്ല. വല്ലാഹു ആലം ബിസ്സവാബ്.